ഹലോ ഗൈസ്. അപ്പോൾ 2 ആഴ്ച മുന്നേ കുഞ്ഞിന് ഉടുപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയ ജയലക്ഷ്മിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജയലക്ഷ്മി കാണുക, അവിടെ പർച്ചേസ് ചെയ്യാനൊക്കെ പെട്ടെന്ന് എനിക്കൊരാഗ്രഹം തോന്നി. അപ്പോൾ അവിടെ പോയി തന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്തു. ആ പർച്ചേസ് ചെയ്ത തുണി ഇവിടെ അടുത്തൊരു തയ്യൽ കടയിൽ കൊടുത്തു, തയ്പ്പിച്ച് കിട്ടി. അപ്പോൾ ആ ഉടുപ്പിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. ഇതാണ് ആ ഉടുപ്പ്. നന്നായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഈ ഉടുപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ ഫുള്ളി ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള നെറ്റാണ് മേളിൽ പിടിപ്പിച്ചേക്കുന്നത്. താഴെ ഗൗൺ സാറ്റിനാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ബോക്സ് പ്ലീറ്റും. മേളിൽ സിമ്പിൾ ഉടുപ്പാണ്. എനിക്കിങ്ങനെ കുട്ടികൾ സിമ്പിൾ ഉടുപ്പിടുന്നതാണ് ബേസിക്കലി എനിക്കതാണ് ഇഷ്ടം. പക്ഷേ ഇത് തയ്ക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇനി ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്യത്തില്ല. എനിക്കറിയാം ഞാനിത് ഭയങ്കര അവരെ തയ്പ്പിക്കുന്ന ആൾക്കാരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എന്നുള്ളത് അറിയാം. കാരണം ഹാൻഡ് വർക്ക്സിൻ്റെ ഒക്കെ മേളിൽ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനിൽ നമുക്ക് തയ്ക്കാൻ പറ്റില്ല. എനിക്ക് സ്റ്റിച്ചിങ് അറിയാവുന്ന ആളായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഡിഫിക്കൽട്ടി അറിയാം. പക്ഷേ നമുക്കൊരാഗ്രഹം ഈ മെറ്റീരിയൽ കണ്ടപ്പോൾ ഇങ്ങനെ തയ്ച്ചു. പക്ഷേ ശരിക്കും നേരിട്ട് നൈറ്റ് ഫംഗ്ഷന് വളരെ നന്നായിരുന്നു കേട്ടോ. അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയാണ് ഇത് എടുത്തത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫോട്ടോയിൽ അത്ര ക്യാച്ച് ചെയ്യുന്ന കളറല്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ബ്ലൂ, ഗ്രീന്, ഇതൊരു കൊബാൾട്ട് ബ്ലൂ കളറൊക്കെയാണല്ലോ. അതൊന്നും അങ്ങനെ നമുക്ക് സ്ക്രീനിലേക്ക് വരുമ്പോൾ അതങ്ങ് കിട്ടത്തില്ല. പക്ഷേങ്കിൽ റിയലായിട്ടത് നല്ല നല്ല ഷൈനി ആയിരുന്നു, നല്ല തിളക്കമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കൊച്ചിൻ്റെ ഉടുപ്പ് ആണെങ്കിലും എൻ്റെ ഡ്രസ്സാണെങ്കിലും ഒക്കെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടം. എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നതെന്നല്ല, പക്ഷേ എന്തെങ്കിലും ഫങ്ഷനായിട്ട് ചെയ്യുമ്പം ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം ഞാനിട്ടിരിക്കുന്ന ഈ സ്ലീവ്ലെസ് ചുരിദാറില്ലേ, ഇത് എൻ്റെ അമ്മായിയമ്മയുടെ ഒരു 25 വർഷം പഴക്കമുള്ളൊരു ബനാറസി സാരി വെട്ടി തയ്ച്ചേക്കുന്നതാണ്. ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മൾ കൊച്ചിലെ തൊട്ടേ അങ്ങനെയാണ്. എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് കാലം തൊട്ടേ ഞാൻ ഇങ്ങനെ ചെയ്താണ് ഇടാറുള്ളത്. എല്ലാവരും എന്നോട് പറയാറുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിടുന്ന ഡ്രസ്സാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഞാൻ വെറുതെ കടയിൽ ചെന്ന് മേടിക്കുമ്പോൾ എനിക്ക് അത്ര സെലക്ഷൻ അതിനെക്കാട്ടും നന്നായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ പഴയ എന്തെങ്കിലുമൊക്കെ ചുരിദാറിൻ്റെ ഷോള്, അല്ലെങ്കിൽ പഴയ സാരികൾ, അങ്ങനെ ലോക്കലായ സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കില്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സിൽക്കിൻ്റെ മെറ്റീരിയലോ അങ്ങനെയൊക്കെ ഉള്ളത് വെച്ചിട്ടേ ചെയ്യത്തുള്ളൂ. ചെയ്യുമ്പോൾ കുറച്ച് ഗ്രാൻഡായിരിക്കണം, അതാണ് എൻ്റെ ഒരു രീതി. എനിക്കിങ്ങനെ ഒരുപാട് ഡ്രസ്സ് എടുക്കണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലുള്ള ആളല്ല. ചെയ്യുന്നത് കുറച്ച് ക്ലാസ്സായിട്ട് ചെയ്യണം. കുറച്ച് വില കൂടിയതെന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ല വില കൂടിയതെന്നല്ല ഉദ്ദേശിച്ചത്. എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ നല്ലൊരു രീതിയിൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അവളുടെ ആ ഡ്രസ്സ് തന്നെ കണ്ടില്ലേ, അതിൻ്റെ മേളിലത്തെ പോർഷൻ 2390 രൂപയാണ് ജയലക്ഷ്മിയിൽ അതിൻ്റെ വില 1 മീറ്ററിന്. പക്ഷേ അവൾക്ക് അറിയാമല്ലോ ഒരു 25 സെൻറ്റിമീറ്ററിൻ്റെ ആവശ്യമൊന്നും